നമുക്കറിയാം സ്മാർട്ട് ഫോണുകളുടെ എല്ലാം വില ഇപ്പോൾ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു സമയത്ത് ഒരു ഫോണിന്റെ വില മാത്രം ലോഞ്ച് ചെയ്ത പ്രൈസിൽ നിന്നും നേർ പകുതിയിലേക്ക് ഏകദേശം താന്നു വന്നിട്ടുണ്ട്. ഫോൺ ഏതാണെന്ന് മനസ്സിലായോ? അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ലോഞ്ച് പ്രൈസിൽ ഈ ഒരു ഫോൺ ഒരിക്കലും വർത്തിയായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ഫോണിന്റെ പ്രൈസ് കുറഞ്ഞ് പകുതി വിലയ്ക്ക് ആയപ്പോൾ ഏകദേശം ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട് അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. സ്മാർട്ട് ഫോൺ ഏതാണെന്ന് പറഞ്ഞല്ലോ, നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന നത്തിങ് 3 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. 79,999 രൂപയ്ക്ക് ലോഞ്ച് ചെയ്തതിനു ശേഷം ഇപ്പോൾ അതിന്റെ പ്രൈസ് താന്ന് 40,000 രൂപയൊക്കെ നേരത്തെ താന്നിരുന്നു ഓഫർ സമയങ്ങളിൽ. എന്നാൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തിന്റെ വില എന്ന് പറയുന്നത് 45,999 രൂപയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സത്യത്തിൽ എങ്ങനെയുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ? അന്ന് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ, അതായത് 79,999 രൂപ വില ഉണ്ടായിരുന്നപ്പോൾ ഇതിന്റെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടാണ് ആ ഒരു പ്രൈസിന് ഇത് അത്രയും എന്താ പറയുക വാല്യൂ ഫോർ മണി ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നേർ പകുതിയിലേക്ക് വില താന്നപ്പോൾ ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട് ഓരോന്നായിട്ട് നോക്കാം. സോഫ്റ്റ്വെയർ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതായത് നമുക്ക് ഒരു ഗൂഗിൾ പിക്സൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന കണക്കുള്ള ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസിന് സമാനമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് നത്തിങ് തങ്ങളുടെ ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്തിടെ GK രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതായത് നത്തിങ് ഫോണുകളിൽ അപ്ഡേറ്റ് കഴിയുമ്പോൾ കുറച്ച് ബ്ലോട്ട് വോയിസുകളൊക്കെ കയറി വരുന്നു എന്ന് അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു 3 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഞാൻ അന്ന് ഉപയോഗിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഇപ്പോൾ വീണ്ടും ഇതൊന്ന് റീവിസിറ്റ് ചെയ്തപ്പോൾ നിരവധി സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളാണ് ഈ ഒരു ഫോണിനകത്തേക്ക് വന്നിരിക്കുന്നത്. ആ ഓരോ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, ഇതുവരെയും ഇതിനകത്ത് അങ്ങനെ ബ്ലോട്ട് വോയിസുകൾ അഡീഷണൽ ആയിട്ട് പിന്നീട് കയറിയിട്ടൊന്നുമില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റി അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു ഐഫോൺ ലൈക്ക് ഫീലാണ്. നമുക്ക് ഈ സൈഡ് വൈസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മെറ്റാലിക് ഫ്രെയിമാണ്, ഗ്ലാസ് ബോഡിയാണ്. ആ കയ്യിൽ കണ്ണടച്ച് പിടിച്ചു കഴിഞ്ഞാൽ, ഞാൻ അത് നത്തിങ്ങിന്റെ പല ഫോണുകൾ, അതായത് നത്തിങ്ങിന്റെ ഒരുവിധം ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഫോണുകളെല്ലാം ഞാൻ പറയാറുണ്ട്, കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ച് നോക്കി കഴിഞ്ഞാൽ ഐഫോൺ അതേ ഒരു ഫീൽ കിട്ടും. അത് ഇവിടെയും കറക്റ്റാണ്. ഐഫോണിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും ആ ഒരു ഫീലും ഒക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. പക്ഷേ ഇതിന്റെ ബാക്കിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ ട്രാൻസ്പെറന്റ് ഡിസൈൻ ഒക്കെ ആണെങ്കിലും ഇതിന്റെ ഈ ഒരു ക്യാമറ മൊഡ്യൂളിന്റെയൊക്കെ ആ ഒരു അറേഞ്ച്മെന്റ് അത്ര പെർഫെക്റ്റ് അല്ല. ചിലർക്ക് ഇത് ഇഷ്ടപ്പെടും ഈ ഒരു ഡിസൈൻ, ചിലർക്ക് ഇത് ഇഷ്ടപ്പെടില്ല. പേഴ്സണലി എന്റെ ഇഷ്ടം പറയേണ്ട കാര്യമില്ല, നിങ്ങളാണല്ലോ ഫോൺ വാങ്ങുന്നത്. എന്ത് തന്നെയായാലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കേസിൽ ഒരു കാര്യം എടുത്ത് പറയാൻ സാധിക്കും, മറ്റെല്ലാ ഫോണുകളിൽ നിന്നും, ഈവൻ നത്തിങ്ങിന്റെ തന്നെ വേറെ എല്ലാ ഫോണുകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ തന്നെ നത്തിങ് 3ക്ക് കൊടുത്തിരിക്കുന്നു. ഇത് നമ്മുടെ കയ്യിൽ ഇരുന്നാൽ, ആളുകൾ ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ കണ്ടാൽ, കാണുന്നവർക്ക് കൃത്യം ആ ഒരു യുണീക്നെസ് ഫീൽ ചെയ്യും. നമുക്കറിയാം വേറെ ഏത് ബ്രാൻഡിന്റെ ഫോൺ എടുത്താലും നമുക്കറിയാം വേറൊരു ബ്രാൻഡിന്റെ ഫോണിനോടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്യം എവിടെയെങ്കിലും എവിടെയായിട്ട് കാണാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. വളരെ എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന സംഗതി ഉണ്ടല്ലോ, ഇതാണ് ഗ്ലിഫ് മെട്രിക്സ് എന്ന് പറഞ്ഞ് നത്തിങ് 3 എന്ന് പറയുന്ന ഫോണിൽ അവതരിപ്പിച്ചത്. ഇവിടെ ഞാൻ ഇപ്പോൾ ഈ ഒരു ഫോണിനകത്ത് ഇതിനകത്ത് ഓൾവേസ് ഓൺ ടൈം ആണ് ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിരവധി കാര്യങ്ങൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു ടച്ച് കപ്പാസിറ്റി ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ ഇത്തരത്തിലൊരു ബോട്ടിൽ ഗെയിം കളിക്കുന്ന ഒരു സംഗതി വരും. വീണ്ടും അത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയുടെ ആ ഒരു ചാർജിങ് പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടൈമർ ആണ് കാണിക്കുന്നത്. അത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമർ ഓടും. ഒന്നുകൂടി പ്രസ് ചെയ്താൽ ആ ടൈമർ മാറി അടുത്ത ഒരു മിറർ സെൽഫിയിലേക്കൊക്കെ പോകും. ഇങ്ങനെ ഇതിനകത്ത് എനിക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇതിനകത്ത് ഈ ഒരു ടൈം ഡിസ്പ്ലേ ചെയ്യുന്നതും അതുപോലെ ബാറ്ററി പെർസെൻറ്റേജ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗ്ലിഫ് മെട്രിക്സ് ഓൾവേസ് ഓൺ ആണ് എന്നുള്ളതാണ് പ്രത്യേകത. അത് ഇതേപോലെ നമ്മൾ ഫോൺ കമഴ്ത്തി വെച്ചിരുന്നാൽ പോലും നമുക്ക് ഇതുപോലെ ടൈമും ഒക്കെ കൃത്യമായിട്ട് ഈ ഒരു ഫോണിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കും. അല്ലാതെ ഈ ഒരു ഫോണിനകത്ത് ഈ ഗ്ലിഫ് മെട്രിക്സ് കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല എന്നുള്ളതാണ്. ഒരു ഗിമ്മിക്കാണ് ഗ്ലിഫ് മെട്രിക്സ് എന്നുള്ളതിനേക്കാളും ഒരു ഗിമ്മിക് മെട്രിക്സ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാൻ തോന്നും. കാര്യമൊന്നുമില്ല, വലിയ യൂസ് ഒന്നും ഇല്ലാത്ത ഒരു രീതിയിലൊരു സംഗതി. അതുപോലെ ഈ 2 ക്യാമറകൾ കണ്ടില്ല, അത് പുറത്തേക്ക് നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ ഈ 3ാമത്തെ ക്യാമറയ്ക്ക് അത്ര കണ്ട് പ്രൊജക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഒന്നുകിൽ 3 ക്യാമറകൾ ഒരേ ലെവലിൽ പ്രൊജക്ഷൻ കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇത് 2 എണ്ണം ഇങ്ങനെ തള്ളിച്ച് നിർത്താൻ ആവശ്യമില്ലായിരുന്നു. എന്ത് തന്നെയാലും ആ ഒരു രീതിയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ മോഡ്യൂൾ. അതുകൊണ്ടുള്ള പ്രശ്നം വെച്ചാൽ ഈ 2 ക്യാമറ റിങ്ങുകൾ പുറത്തേക്ക് നിൽക്കുമ്പോൾ നമ്മൾ ഫോൺ ഇതുപോലെ ടേബിളിലേക്ക് മുകളിൽ വയ്ക്കുമ്പോൾ ഏറ്റവും സർഫസിൽ ടച്ച് ചെയ്തിരിക്കുന്നത് ഈ ക്യാമറ ഭാഗമായിരിക്കും. സ്ക്രാച്ച് വീഴാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ ഉണ്ട് എന്നും ഓർക്കണം. ഈ ഒരു ഫോണിനകത്ത് പവർ ബട്ടൺ കൂടാതെ മറ്റൊരു കീ കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്, എസെൻഷ്യൽ കീ എന്ന പേരിൽ. ഇതൊരു AI ബേസ്ഡ് ബട്ടൺ ആണ്. ഈ ഒരു എസെൻഷ്യൽ കീ ബട്ടൺ ഇതുപോലെ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എസെൻഷ്യൽ സ്പേസിലേക്ക് വരുന്നു. അവരുടെ AI സംവിധാനമായ എസെൻഷ്യൽ സ്പേസിലേക്ക് വരുന്നു. അതായത് ഇത് സംഭവം നമുക്ക് ഈ ഫോണിൽ നമുക്ക് പല ഡേറ്റകൾ കിട്ടുമല്ലോ. ഇപ്പോൾ ചില കാര്യങ്ങളെ കാണുമ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കും. അത്തരം സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഡേറ്റകളുടെ ഒരു കളക്ഷൻ ഏരിയയാണ് ഈ എസെൻഷ്യൽ സ്പേസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോൾ അതിനോടൊപ്പം നമുക്കൊരു വോയിസ് കൂടി ചേർക്കണമെങ്കിൽ അതിനും ഈ ഒരു കീ പ്രസ് ചെയ്തുകൊണ്ട് വോയിസ് കൊടുത്താൽ മതി. നമ്മൾ കൊടുക്കുന്ന വോയിസിൽ നിന്നൊക്കെയുള്ള ടെക്സ്റ്റിൻ്റെ ഒക്കെ ബേസ് ചെയ്ത് കൃത്യമായിട്ട് അത് കലണ്ടറിൽ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു ഫോൺ വന്ന സമയത്ത് ഇത് മറ്റ് നത്തിങ് ഫോണുകളിലേക്ക് സിങ്ക് ആയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് നത്തിങ്ങിൻ്റെ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ഫോണിൽ നമ്മൾ ഇത്തരം കളക്ട് ചെയ്ത് വെക്കുന്ന എസെൻഷ്യൽ സ്പേസിലെ ഡേറ്റാസ് മറ്റ് നത്തിങ് ഫോണിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ അതിലേക്കും നമുക്ക് കിട്ടും എന്നുള്ളതും പ്രത്യേകതയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഫോണിൻ്റെ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്സ് ഞാനൊരു കാര്യം
പറയട്ടെ, ഇതിൻ്റെ സ്പെക്കിലേക്ക് ഞാൻ അധികം കിടക്കില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ സ്പെക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കൂടുതൽ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഒരു രക്ഷയുമില്ല. നമ്മൾ ടൈപ്പൊക്കെ ചെയ്യുമ്പോൾ നല്ല ഒരു ഹാപ്റ്റിക്സ് നമുക്ക് കൈ വഴി വിരലുകൾ വഴി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ വളരെ തിൻ ബെസലുകളാണ് ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് ചുറ്റും കൊടുത്തിരിക്കുന്നത്. 4 സൈഡിലുള്ള ആ ഒരു ബെസലും യൂണിഫോം ബെസലാണെന്ന് പറയേണ്ടി വരും. മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്, നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു തകരാറും അതുകൊണ്ട് തന്നെ ഇല്ല. നമ്മൾ നോക്കി ബ്രൈറ്റ്നസ് ഏകദേശം പകുതിയോളം കുറച്ച് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ. അതുപോലെ HDR എഫക്റ്റ് ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ HDR വീഡിയോകൾ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. HDR സപ്പോർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുള്ള വേറെ പല ഫോണുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ HDR എന്താണെന്ന് കൃത്യമായിട്ട് അത് മനസ്സിലാവണമെങ്കിൽ ഐഫോണോ അതുപോലെ നത്തിങ് ഫോണോ യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനകത്ത് കൃത്യമായിട്ട് ആ ഒരു HDR ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഫോട്ടോയിൽ പോലും HDR ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. ഓട്ടോ HDR ഓൺ ആയിരിക്കും. അപ്പോൾ ചില ഫോട്ടോകൾക്ക് ഒരു തിളക്ക കൂടുതൽ അതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്. ആ ഒരു HDR എഫക്റ്റ് ഉണ്ട്. ഈവൻ സെൽഫി ഫോട്ടോയിൽ പോലും HDR എഫക്റ്റ് ഉണ്ട്. പിന്നെ വീഡിയോയുടെ കാര്യം പറയേണ്ട, അതിനകത്തും HDR എഫക്റ്റ് ഉണ്ട്. നമ്മളെല്ലാവരും പറയും ഐഫോണിൽ വീഡിയോ എടുക്കുമ്പോഴാണ് അടിപൊളിയാകുന്നത് എന്ന് പലപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചെറിയ രഹസ്യം എന്ന് പറയുന്നത് ഈ ഒരു HDR എഫക്റ്റ് കൃത്യമായിട്ട് ഐഫോണിൽ വീഡിയോ വർക്ക് ചെയ്യുന്നുണ്ടാണ്. HDR ഓൺ ആക്കിയിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഐഫോണിൽ എഡിറ്റ് ചെയ്തൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ HDR വീഡിയോ ആണെങ്കിൽ അത് കാണാൻ അതൊരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും. അത്തരത്തിൽ HDR വീഡിയോകളും HDR ഫോട്ടോകളും ഈവൻ HDR സെൽഫി ഫോട്ടോകൾ പോലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എടുക്കാം. അത്തരത്തിൽ എടുക്കുന്ന HDR വീഡിയോകളെയും ഫോട്ടോകളെയൊക്കെ ഈ ഒരു ഫോണിൻ്റെ HDR സ്ക്രീൻ വഴി നല്ല രീതിയിൽ കാണാനും സാധിക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. അതുപോലെ നമ്മൾ വീഡിയോകളൊക്കെ പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ ബ്ലാക്ക് സ്ക്രീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല പ്യുവർ ബ്ലാക്ക് ആയിട്ട് തന്നെ ഇതിനകത്തൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചില ഫോണുകളിലെങ്കിലും ബ്ലാക്ക് ഏരിയകളിൽ ഒരു ബാക്ക് ലൈറ്റ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അതൊന്നുമില്ല, നല്ല ഷാർപ്പ് ബ്ലാക്ക് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ. ചുരുക്കി പറഞ്ഞാൽ ഡിസ്പ്ലേയിലൂടെ കണ്ടന്റ് വാച്ചിങ് ഒക്കെ അടിപൊളിയാണ്. ഇപ്പോൾ ഒരു മൂവി കാണണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാലൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നെറ്റ്ഫ്ലിക്സിൽ HDR സപ്പോർട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ വന്നിട്ട് LTPS ഡിസ്പ്ലേ ആണ്, LTPO അല്ല. അതായത് 1 Hz മുതൽ 120 Hz വരെ വേരിയിങ് അല്ല, 60 Hz മുതൽ 120 Hz വരെയാണ് ഇതിന്റെ റിഫ്രഷ് റേറ്റ് വേരി ചെയ്യുന്നത്. പക്ഷേ അതൊന്നും ഇപ്പോഴത്തെ പുതിയ പ്രൈസിൽ വലിയ സംഭവമല്ല എന്ന് വേണം പറയാൻ. അതുപോലെ ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സംവിധാനം വന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഇത്രയും താഴെയാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഈ ഒരു 80,000 ലോഞ്ച് ചെയ്തൊരു ഫോണിൽ ആ ഒരു പ്രൈസ് റേഞ്ചിലെ ഫോണുകളിലൊക്കെ ചിലതിലെങ്കിലും, ഉദാഹരണത്തിന് ഗൂഗിൾ പിക്സൽ, OnePlus ഫോൺ തുടങ്ങിയ ഫോണുകളിലൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫിംഗർ പ്രിന്റ് കൊടുക്കുന്നത്. അതല്ല, ഒരുപാട് താഴെയാണ്. അപ്പോൾ അതിന്റെ ഒരു കൺവീനിയൻസ് ഇത്തിരി കുറവാണ്. പക്ഷേ ഇപ്പോൾ ഫോണിന്റെ പ്രൈസ് പകുതി ആയപ്പോൾ അതും ഒരു വലിയ കുറ്റമല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ക്യാമറയെ പറ്റി പറഞ്ഞാൽ 4 ക്യാമറകളാണ് മൊത്തത്തിൽ ഇൻക്ലൂഡിംഗ് സെൽഫി. 4 ക്യാമറകളും 50 മെഗാ പിക്സലിൻ്റെതാണെന്നത് പ്രത്യേകതയാണ്. 4 ക്യാമറകളിൽ നിന്നുള്ള വീഡിയോകൾ നമുക്ക് 4K 60 FPS വീഡിയോകൾ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എടുക്കാൻ സാധിക്കും. അതുപോലെ സെൽഫിയിൽ പോലും ഞാൻ ഈ പറഞ്ഞ പോലെ 4K 60 FPS ഉണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. സെൽഫി HDR സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. അതുപോലെ OIS സപ്പോർട്ട് ഇതിൻ്റെ പ്രൈമറി ക്യാമറയ്ക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടെലിഫോട്ടോ സെൻസറിനും OIS സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വലിയ ഫോട്ടോഗ്രാഫിക് സ്കില്ലില്ലാത്തവരെടുത്താൽ ഇതൊരു സാധാരണ സ്മാർട്ട് ഫോണിൻ്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് തോന്നും. കുറ്റമല്ല പറയുന്നത്. പക്ഷേ പണി അറിയാവുന്നതിൽ ഈ ഒരു ഫോൺ കൊടുത്താൽ ഐഫോണിൽ എടുക്കുന്നതിനേക്കാൾ അടിപൊളി ഫോട്ടോ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കും. അതിനൊരു ഉദാഹരണം ഞാൻ ട്വിറ്ററിൽ കണ്ട മലയാളിയാണെന്ന് തോന്നുന്നു, എനിക്ക് അദ്ദേഹത്തെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയത്തില്ല. മലയാളത്തിലൊരു ട്വിറ്റർ പ്രൊഫൈൽ ഞാൻ കണ്ടു. അദ്ദേഹം ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്തിരിക്കുന്നത്, അതിൻ്റെ പ്രൊഫൈൽ ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. അദ്ദേഹം ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ചിത്രങ്ങളാണ് ഈ കാണുന്നത്. ഒരു രക്ഷയുമില്ലാത്ത രീതിയിലാണ് അദ്ദേഹം ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ അടിപൊളിയാണെന്ന് അത് തെളിയിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എടുത്താലോ അല്ലെങ്കിൽ അധികം ഫോട്ടോഗ്രാഫിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തവരെടുത്താലും ഒരു പക്ഷേ അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഇതിനകത്ത് കിട്ടണമെന്നില്ല. ഒരു കാര്യം എടുത്തു പറയാൻ സാധിക്കും, ഇതിനകത്ത് ലഭിക്കുന്ന ഫോട്ടോകൾ ഒരു നാച്ചുറലാണ്, ഒരു ഐഫോൺ സ്റ്റൈൽ ഫോട്ടോയാണ്. അതായത് നമുക്കറിയാം ഐഫോണിൽ എടുക്കുന്ന ഫോട്ടോകൾ എന്ന് പറയുന്നത് ഒരുപാട് കളറൊക്കെ വാരിക്കോരിയെന്നല്ല, ഒരു നാച്ചുറൽ ഫോട്ടോയാണ്. അതുകൊണ്ട് തന്നെ ഐഫോണിൽ ഫോട്ടോ എടുത്താൽ പലർക്കും ഇഷ്ടപ്പെടാറുമില്ല. എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണും ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോയാണ് തരുന്നത്. അതുകൊണ്ടൊരു ഗുണമുണ്ട്, നമുക്കതിനെ എങ്ങനെ വേണം ട്യൂക്ക് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ ട്യൂൺ ചെയ്ത് കളറൊക്കെ കൊടുത്ത് വാരിക്കോരി അടിപൊളിയാക്കി സോഷ്യൽ മീഡിയയിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആ സമയം ഒന്ന് ആലോചിച്ചു, ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫോണിലൊക്കെ തരുന്നതാണ് അല്പം സാച്ചുറേറ്റഡ് ആയിട്ട് കളർ കൂടിയ ഫോട്ടോസ് ആണ് തരുന്നെങ്കിൽ പിന്നെ അതിനകത്ത് പണി കഴിഞ്ഞാൽ അത് കുളമാവും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരുവിധം നാച്ചുറൽ ഫോട്ടോ തരുന്നതുകൊണ്ട് തന്നെയും നമുക്ക് അതിനകത്ത് എന്ത് പണി വേണമെങ്കിലും കാണിക്കാം എന്നുള്ളതാണ്. ഒരുവിധം നല്ല ഒരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ബാക്ക് ക്യാമറ ഞാൻ എടുത്ത കുറേ ഫോട്ടോകളും വീഡിയോകളൊക്കെയാണ് ഈ കാണുന്നത്. എന്നിരുന്നാലും സെൽഫിയിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന HDR എഫക്റ്റ് ഒരൽപ്പം കൂടി കയറി പോകുന്ന കണക്കൊരു ഫീലുണ്ട്. ഒരു എന്താ പറയുക, ഒരു ഡ്രമാറ്റിക് ഫോട്ടോ പോലെ ആയി പോകുന്നുണ്ട് സെൽഫി ഫോട്ടോകൾ. ഞാൻ എന്നാൽ HDR ഓഫ് ചെയ്തിട്ടും ഞാൻ സെൽഫി ഫോട്ടോ എടുത്ത് നോക്കി, എന്നിട്ടും കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം വരുന്നില്ല. നല്ല ലൈറ്റിംഗ് കണ്ടീഷനൊക്കെ ആണെങ്കിൽ മാത്രമേ സെൽഫി അത്ര ബെറ്റർ ആവുന്നുള്ളൂ. ബാക്കി ഫോട്ടോകളെ അപേക്ഷിച്ച് സെൽഫി ഒരു അല്പം പ്രശ്നമുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയെ നമുക്ക് കുറ്റം പറയാനാവില്ല. ഇതാണ് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി. നല്ല എന്താ പറയുക, നോയ്സി റോഡിൻ്റെ സൈഡിൽ കൂടെ ഞാനിപ്പോൾ സെൽഫി എടുത്തുകൊണ്ട് നടക്കുന്നത്.
സൗണ്ട് ഈ ഒരു ക്വാളിറ്റിയാണ് ഇതിൻ്റെ ക്യാപ്ചർ സെൽഫി വീഡിയോ. ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5500 mAh ബാറ്ററിയാണ്. ഈ ഒരു ബാറ്ററി ഈ ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ച കുഴപ്പമൊന്നും ഇല്ലാത്ത ബാറ്ററിയാണ്. കാരണം ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഈ പറഞ്ഞ പോലെ ബ്ലോട്ട്വേഴ്സ് ഒന്നും ഇല്ലാത്ത ബാറ്ററി ബാക്ക്ഗ്രൗണ്ടിൽ ഡ്രെയിൻ ചെയ്യിക്കാത്ത തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ 5500 mAh നല്ല ഒരു ബാറ്ററി ലൈഫ് തരും. പിന്നെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് ചാർജർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. നത്തിങ്ങിൻ്റെ വിരലുണ്ടാവുന്ന 1-2 ഫോണുകൾ മാത്രം കൊണ്ടാണ് ചാർജർ വന്നിട്ടുള്ളത്, അതും CMF എന്ന സബ് ബ്രാൻഡിൽ മാത്രം. അപ്പോൾ ഇതിലും ചാർജർ കൊടുത്തിട്ടില്ല. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ഒരു ഫോണിന് നത്തിങ് കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസിലേക്ക് കടന്നാൽ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 4 എന്ന് പറയുന്ന പ്രോസറാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനകത്തൊരു വലിയ ഗെയിമിംഗ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ ഗെയിം കളിക്കാനായിട്ടാണ് ഈ ഒരു ഫോൺ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വിലയിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മികച്ച വേണമെങ്കിൽ ഐഫോൺ തന്നെ എടുക്കാം. പഴയ ഒരു വെർഷൻ ഐഫോൺ എടുത്ത് കിഡിലുമായിട്ട് അതിനകത്ത് ഗെയിം കളിക്കാം. പക്ഷേ ഇത് ഗെയിം കളിക്കാനായിട്ട് എടുക്കാനാണെങ്കിൽ നോക്കണ്ട. അല്ലാതെ ഒരു എന്താ പറയുക, എല്ലാ മേഖലകളെയും തൊട്ട് പോകുന്ന തരത്തിലുള്ള ഒരു സ്മാർട്ട് ഫോൺ എന്ന് വേണം പറയാൻ. ക്യാമറ, ഡിസ്പ്ലേ, മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, ഡിസൈൻ, ഇൻഹാൻഡ് ഫീൽ, അങ്ങനെയുള്ള പെർഫോമൻസ് വൈസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തൊട്ടുപോകുന്ന ഒരു ഫോൺ എന്ന നിലയിലേ ഇതിനെ നമുക്ക് കാണേണ്ടതുള്ളൂ. അതുപോലെ തുടക്കത്തിലൊക്കെ ചെറുതായിട്ട് ഫോൺ വാം ആകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിരവധി സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളിലൂടെ ഇപ്പോൾ ഈ ഒരു ഫോൺ അങ്ങനെ അധികം വാം ആകുന്നൊന്നുമില്ല. ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും നമുക്ക് പറയാൻ പോലും പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിവേഴ്സ് വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. നത്തിങ്ങിൻ്റെ ഈ ഒരു OS ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വളരെ ക്ലീൻ ആണ്. അതുപോലെ നമ്മൾ സാധാരണ ഫോണുകളൊന്നും കാണാത്ത ചില വിഡ്ജറ്റുകൾ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇതിനകത്ത് വിഡ്ജറ്റ് എടുത്തു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ഈ ഒരു ഫോണിനകത്തുള്ള ആപ്ലിക്കേഷൻ്റേതായിട്ടുള്ള വിഡ്ജറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇത് നത്തിങ് അഡീഷണൽ ആയിട്ട് തരുന്ന ചില വിഡ്ജറ്റുകളാണ്. അതിനകത്ത് ആ വിഡ്ജറ്റുകളിലേക്ക് വരുമ്പോൾ ഇവിടെ കോൾ റെക്കോർഡിംഗ് വിഡ്ജറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് കോൾ റെക്കോർഡിംഗ് ഇതുപോലെ ഹോം സ്ക്രീനിലേക്ക് നമുക്ക് ആഡ് ചെയ്തിടാൻ സാധിക്കും. ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നത്തിങ് ഫോണിൻ്റെ ഡയലർ എന്ന് പറയുന്നത് ഗൂഗിൾ ഡയലറാണ്. അതിനകത്ത് നമുക്ക് കോൾ റെക്കോർഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ വിളിച്ച് പറയും. എന്നാൽ നമ്മൾ സാധാരണ കോൾ വിളിച്ച് സംസാരിച്ചതിന് ശേഷം സംസാരത്തിനിടയിൽ ഈ ഒരു വിഡ്ജറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്താൽ ഈവൻ വാട്സപ്പ് കോൾ വരെ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കോൾ റെക്കോർഡർ കൂടിയേ തീരൂ എന്ന മലയാളികളുടെ ഒരു പ്രശ്നം നത്തിങ് ഫോൺ ഉപയോഗിക്കുന്നെങ്കിൽ ഈ ഒരു വിഡ്ജറ്റിലൂടെ പരിഹരിക്കാമെന്ന് ചുരുക്കം. അതുപോലെ തന്നെ മറ്റൊരു എസെൻഷ്യൽ വോയിസ് എന്ന് പറയുന്ന നത്തിങ്ങിൻ്റെ മറ്റൊരു സംവിധാനമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കീബോർഡിൽ നമ്മൾ എസെൻഷ്യൽ വോയിസ് നമ്മൾ ഇതിൻ്റെ സെറ്റിംഗ്സിൽ ചെന്നിട്ട് എനേബിൾ ചെയ്തിരുന്നാൽ ഈ കീബോർഡ് ഏരിയയിൽ ഇവിടെ ഒരു മഞ്ഞ ഇതുപോലെ ഐക്കൺ കാണാൻ സാധിക്കും. അത് ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ മലയാളത്തിൽ കാര്യങ്ങൾ സംസാരിച്ചാൽ മതി, അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കിട്ടും. കണ്ടില്ലേ, അതിനകത്ത് ഒരു വേർഡ് മാത്രമേ ഉള്ളൂ. പ്രസ് ചെയ്ത് പിടിച്ചു എന്നുള്ള ഒരു ഇംഗ്ലീഷ് വേർഡ് മാത്രമാണ് പ്രസിദ്ധമെന്ന് വന്നത്. ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ടൈപ്പ് ചെയ്യാൻ, മലയാളം ടൈപ്പ് ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ എസെൻഷ്യൽ വോയിസ് ഉപയോഗിക്കാം. അത് നല്ല രീതിയിൽ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേ നിങ്ങളുടെ ഒരു ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ഇത് ഇപ്പോൾ ഗൂഗിളിൻ്റെ Gboard ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടും ഇതുപോലെ നമുക്ക് മലയാളത്തിൽ സംസാരിക്കുന്നത് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ കൊണ്ടുവരാനും സാധിക്കും. നത്തിങ് OS 4.1 ആണ് ഇപ്പോൾ ഈ ഒരു ഫോണിനകത്തുള്ളത്. ഞാൻ ഈ ഫോൺ എടുത്തതിന് ശേഷം നിരവധി അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഒരു കാര്യം ഓർമ്മിക്കണം, ഈ ഒരു സ്മാർട്ട് ഫോൺ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഒരു ഇന്ത്യൻ സിം ഇട്ടെങ്കിലേ സെറ്റപ്പ് ആവുകയുള്ളൂ. അത് നത്തിങ് ഫോണുകളുടെ എല്ലാ ഫോണുകളും അങ്ങനെയാണ്. ഈ ഒരു ഫോൺ ഇറങ്ങിയ സമയത്ത് 5 ആൻഡ്രോയിഡ് അപ്ഡേറ്റും 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ ഫോൺ ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ ബോക്സ് എടുക്കുമ്പോൾ തന്നെ ഒരു അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ചെയ്ത് കഴിയുമ്പോൾ പിന്നെ 4 ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആയിട്ട് മാറും. അതായത് ഇപ്പോൾ ഈ ഒരു ഫോണിനകത്ത് ആൻഡ്രോയിഡ് 16 ആണ്. ആൻഡ്രോയിഡ് 15 ഫോൺ ലോഞ്ച് ചെയ്ത് ഇപ്പോൾ 16 ആയി. അപ്പോൾ ഇനി ഒരു 4 അപ്ഡേറ്റ് കൂടി വരും. അതായത് ആൻഡ്രോയിഡ് 20 വരെ ഇതിനകത്ത് ലഭിക്കും. ഇനി 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടും. അപ്പോൾ ഇപ്പോൾ ഈ ഫോൺ വാങ്ങിയാലും 6 വർഷം വരെയും യാതൊരു പ്രശ്നവും ഇല്ലാതെ സോഫ്റ്റ്വെയർ സൈഡിൽ ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്ന് ചുരുക്കം. അതുപോലെ ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ഒക്കെ പറഞ്ഞാൽ അടിപൊളിയാണെന്ന് പറയേണ്ടി വരും. NFC സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോഴാണ് ഒരു എന്താ പറയുക, ഇതിൻ്റെ പ്രൈസ് കൃത്യമായിട്ട് താഴേക്ക് എത്തിയതെന്ന് വേണം പറയാൻ. ഇതിൻ്റെ സ്പെക്ക് വൈസ് ഇതിൻ്റെ പ്രൈസ് എത്തിയെന്ന് വേണം പറയാം. എന്തുകൊണ്ടാണ് നത്തിങ് ഈ ഒരു ഫോണിനെ 79,999 80,000 പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്തതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നത്? ഒരുപക്ഷെ പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് വെച്ചുകൊണ്ടായിരിക്കും അന്ന് അങ്ങനെ ലോഞ്ച് ചെയ്തത്. നമുക്കറിയാം ഗൂഗിൾ ഫോണുകൾ ഇതുപോലെയാണ്, പിക്സൽ ഫോണുകൾ. അതിൻ്റെ സ്പെക്ക് വൈസ് പ്രൈസ് പോയിന്റ് റേഷ്യോ നോക്കി കഴിഞ്ഞാൽ സെയിം ആയിരിക്കില്ല. കുറച്ച് ഹൈ പ്രൈസിലാണ് എപ്പോഴും ലോഞ്ച് ചെയ്യുന്നത്. ലോഞ്ച് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഓഫറിൽ വരുമ്പോഴാണ് പിന്നീട് പിക്സൽ ഫോണുകളുടെ വില കാര്യമായിട്ട് കുറയുന്നത്. മാത്രമല്ല പിക്സൽ ഫോണും ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഇല്ല എന്നുള്ള കാര്യം പിക്സൽ ഫോണിൻ്റെ കേസിൽ എടുത്തു പറയേണ്ടതാണ്. പക്ഷേ നത്തിങ് ഇവിടെ ഇന്ത്യയിൽ നമ്മുടെ തമിഴ്നാട്ടിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ നത്തിങ്ങിൻ്റെ ഫാക്ടറി വിസിറ്റ് ചെയ്ത് അതിൻ്റെ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോ ചെയ്തവരുമാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വില വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതായത് 40,000 രൂപ വരെ വില താന്നിരുന്നു. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 45,999 രൂപയാണ് ആമസോണിൽ കാണിക്കുന്നത്. പക്ഷേ ഇവരുടെ ഒഫീഷ്യൽ ഓൺലൈൻ സെല്ലർ എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടാണ്. ആ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോഴും 79,999 രൂപയാണ്. നേരത്തെ ഓഫർ സമയത്ത് 40,000 രൂപ വരെ ഫ്ലിപ്കാർട്ടിലും താന്നിരുന്നു. ഇപ്പോൾ ഈ ഫോൺ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ 45,999 ആമസോണിൽ നിന്ന് വാങ്ങാം. പക്ഷേ എടുത്തു പറയുന്നു നത്തിങ് 3യുടെ ഒഫീഷ്യൽ ഓൺലൈൻ സെല്ലേഴ്സ് എന്ന് പറയുന്ന ഫ്ലിപ്കാർട്ടാണ്. അതുകൊണ്ട് തന്നെയും നമ്മൾ ആമസോൺ വഴി വാങ്ങുന്നെങ്കിൽ അതിൻ്റെതായ എല്ലാ മുൻകരുതലും എടുത്തുകൊണ്ട് മാത്രം വാങ്ങുക. കാര്യം നമ്മുടെ വരുന്ന പ്രോഡക്റ്റ് കറക്റ്റ് ആണോ നോക്കുക, അൺബോക്സ് ചെയ്യുന്ന സമയത്ത് പറ്റുമെങ്കിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള മുൻകരുതൽ
വേഗതയിലെല്ലാം എടുത്തുകൊണ്ട് വാങ്ങുക. അതുപോലെ വാങ്ങിയ നിരവധി പേർ കമൻറ്റ് ചെയ്തിട്ടുമുണ്ട്. അവർ എന്താ പറയുക, ആ ഫോൺ ഓക്കെ ആയിരുന്നു എന്നുള്ള രീതിയിൽ. അതെല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ ചെയ്യുക എന്ന് മാത്രം. എന്തായാലും ഇപ്പോൾ ഈ ഫോണിൻ്റെ പ്രൈസ് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് റേഷ്യോ ഇട്ട് നോക്കുമ്പോൾ ഇപ്പോൾ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഓക്കെ ആയതെന്ന് വേണം പറയാം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.